എല്ലാ വീട്ടിലും പാചകം ചെയ്യുന്നതാണ് അല്ലേ? പക്ഷേ പാചക രീതികളും അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളും എല്ലാം മാറിയിട്ടില്ല അല്ലേ? നമ്മൾ ഓരോ തലമുറയിൽ എത്തുമ്പോഴത്തേക്കും വ്യത്യസ്തതകൾ ഒരുപാട് വരുന്നുണ്ട്. പണ്ട് എന്താ പറയുക, ഒരു സമയത്ത് ഈ വെള്ളമൊക്കെ തിളപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റേ പശുവിന് കാടിയല്ലല്ലോ പുളിയരിയ പിണ്ണാക്ക് അതൊക്കെ ആ ഒരു ടൈം ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഒരാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം. അപ്പം അന്നൊക്കെയാണെങ്കിൽ വീട്ടിൽ അതുപോലെ തന്നെ അമ്മയുടെ വീട്ടിലോ അവിടെയും ഇങ്ങനെ പശു എന്തോ ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അപ്പം മരങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് ദിവസം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട് തൂക്കാതിരുന്നതിന് ഇഷ്ടംപോലെ കരിയില വീഴും. അപ്പം നമ്മൾ ചെന്ന് തൂത്ത് കൂട്ടി വെച്ചേക്കും. എന്നിട്ട് അപ്പം പ്രായമുള്ളവരത് വാരിക്കൊണ്ട് വന്ന് വെളിയിലൊരു അടുപ്പ് കാണും, അടുപ്പിൻ്റെ ചുവട്ടിലിട്ടേക്കും ഈ കരിയിലെല്ലാം കൂടെ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പുളിയരി തിളപ്പിക്കാനോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് എന്ത് ചെയ്യും, ഈ കരിയില ഉപയോഗിക്കും. കരിയില കത്തി നമ്മൾ സാധാരണ ഈ കരിഞ്ഞ ഇലകൾ എന്ത് ചെയ്യും, കൊഴിഞ്ഞു വീണ് കരിഞ്ഞു പോയ ഇലകൾ അതെന്ത് ചെയ്യും, വെറുതെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന തീ കൊണ്ടൊരു പ്രയോജനമില്ല. പക്ഷേ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോഴെന്താണ് സംഭവം, നമ്മളുടെ ആവശ്യം എന്താണ്, അത് അല്ലെങ്കിൽ ആ കരിഞ്ഞ ഇല കത്തിച്ച് കളയണം. ഇവിടെ എന്താണ്, ആ ചൂടിൻ്റെ തീ കൊണ്ട് നമുക്ക് പശുവിൻ്റെ ആഹാരം ഉണ്ടാക്കാം, കുളിക്കാനായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പക്ഷേ അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല, എങ്ങും ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഈ കരിയില വെച്ച് തീ കത്തിക്കുന്നത്. ഇപ്പം അങ്ങനെയുള്ള പുളിയരിയോ അങ്ങനെയൊന്നും വേവിച്ചൊന്നും പശുവിനൊക്കെ കൊടുക്കുന്നതായിട്ട് അറിയത്തില്ല. എല്ലാവർക്കും കാലിത്തീറ്റയാണ്, അതാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. പണ്ടത്തെ കാലം മാറി, അതാണ് സംഭവിക്കുന്നത്. പണ്ടൊക്കെ ഈ പുളിയരി മേടിക്കാനും എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞിലെ ഞങ്ങളെയൊക്കെ തന്നെ വിടുമായിരുന്നു. കുഞ്ഞിലെ അടുത്തൊക്കെയാണ് കട, അപ്പോൾ ഞങ്ങളെ വിടും. അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്നവർ കാണും, അവർക്കൊപ്പം പോകുന്നത്. ഈ പുളിയരി കാണാൻ നല്ല ഭംഗിയാണ്, പിണ്ണാക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കും. പിന്നെ വീട്ടിൽ തേങ്ങയൊക്കെ ആട്ടുന്ന സമയത്ത് അതിൻ്റെ പിണ്ണാക്കുണ്ടല്ലോ, വെളിച്ചെണ്ണ പിണ്ണാക്ക്, അതൊക്കെ ഇങ്ങനെ വീശാനുള്ളവർ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. കൊഞ്ചിനെയൊക്കെ പിടിക്കാൻ അത് നല്ലതാണെന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ പിണ്ണാക്കും ഇങ്ങനെ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ പാചകം കഴിഞ്ഞു. അത് അങ്ങനെ പശുവിനും നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചിലരൊക്കെ ചോറൊക്കെ വെക്കുന്നവരും കാണുമായിരിക്കും. അന്നത്തെ കാലം അങ്ങനെയാണ്, വെളിയിലിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെന്താ, അടുക്കളയിലേക്കെന്ന് പറയുമ്പോഴത്തേക്കും അടുപ്പ് വെക്കാൻ പ്രത്യേക സ്ഥലവും മറ്റേതൊരു സ്ഥലമൊന്നുമില്ല, ഒറ്റൊരു അടുക്കള അല്ലേ? അടുക്കളയിൽ നമുക്കിങ്ങനെ വിറക് വെച്ച് കത്തിക്കാൻ ഉള്ള സൗകര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ കത്തിക്കുന്നു. അതുപോലെ തന്നെ അകത്ത് വാഷ് ബേസിനോ പിന്നെ സിങ്കോ ഒന്നുമില്ല. പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് അടുക്കളയുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് മാറി ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലോ ഒരു പാത്രമൊക്കെ എപ്പോഴും കാണും, കുറേ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കും. സോപ്പൊന്നും ആദ്യത്തെ കാലത്ത് എനിക്ക് ഓർമ്മയില്ല, സോപ്പില്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ സോപ്പൊക്കെ വന്നത്. ചാരം ഉപയോഗിച്ചിട്ട് പാത്രം കഴുകുക. ചാരം ഉപയോഗിക്കുന്ന വൃത്തിയാകും, അണുക്കളെയൊക്കെ നശിപ്പിക്കും. പക്ഷേ ഇത് അപ്പോൾ തന്നെ കഴുകി നന്നായിട്ട് കൈ കൊണ്ട് തേച്ച് കഴുകിയില്ലെങ്കിൽ ഇങ്ങനൊരു പൊടി പോലെ ആ പാത്രത്തിലെല്ലാം ഇങ്ങനെ മങ്ങിയിരിക്കും, പക്ഷെ നന്നായിട്ട് വെളുക്കും. അങ്ങനൊരു കാര്യമുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സോപ്പിന് മുമ്പ് തന്നെ, പിന്നീടായിരുന്നു സോപ്പൊക്കെ പതുക്കെ വരാൻ തുടങ്ങിയത് നമ്മൾ സാധാരണ ഗ്രാമങ്ങളിലേക്ക്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഈ പാത്രങ്ങളെല്ലാം ഈ അടുപ്പയിലല്ലേ വയ്ക്കുന്നു, അപ്പോൾ ഈ കരി അങ്ങോട്ട് പിടിക്കുക നന്നായിട്ട്. അപ്പോൾ ഈ ചാരം ഉപയോഗിച്ച് കഴുകലിൽ മാത്രമേ അത് വെളുത്ത് വരത്തുള്ളൂ. അന്നൊക്കെ അമ്മ എന്നോട് പറയും, പാത്രമെല്ലാം ഈ കരിയുള്ള പാത്രമൊന്നും ഞാൻ കഴുകത്തില്ല എന്ന് പറയും, എൻ്റെ കയ്യിലെല്ലാം കരിയാകുമെന്ന് പറയും. അങ്ങനെ കരിപ്പാത്രത്തെ തൊടാൻ, അതും മിക്കവാറും എല്ലാവരും അങ്ങനെ ഈ കരിയുള്ള പാത്രത്തെ തൊടാൻ എല്ലാവർക്കും മടിയാണ്. കാരണം കയ്യിൽ അവിടെയൊക്കെ കരി പിടിച്ചിരിക്കും അല്ലേ?
പിന്നീടാണ് സോപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഇതായി, എളുപ്പമായി. പിന്നീട് എന്താണ്, പുകയില്ലാത്ത അടുപ്പ് വന്നു. അപ്പം എന്താണ്, ഏത് പാത്രമാണോ ആ പാത്രത്തിന് ചുവട്ടിൽ മാത്രമേ കരി പിടിക്കുകയുള്ളൂ, പുറമേട്ടൊന്നും കരി വരത്തില്ല. അപ്പം അത് മാത്രം അവിടെ മാത്രം വൃത്തിയായിട്ട് ഉരച്ച് കഴുകിയാൽ മതി. അങ്ങനൊരു ഇത് വന്നു. പിന്നെ അപ്പോഴത്തേക്കും ഗ്യാസ് കണക്ഷനായി. ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു, പിന്നീട് അതിന് പേടിയൊക്കെ മാറി. പിന്നെ ഇൻഡക്ഷൻ അടുപ്പ് വന്നു. പിന്നെ ഒരു സമയത്തൊരിതുണ്ടായിരുന്നു, ഈ കുറ്റിയടുപ്പ്, അതായത് ഇങ്ങനെ മരം മുറിക്കുന്നതിൻ്റെ അറക്കപ്പൊടി എന്ന് പറയും. ആ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി, അതിങ്ങനെ ഒരു സംഭവത്തിലിങ്ങനെ അടുപ്പാണത്, അതിന് ചെറിയൊരു ദ്വാരമുണ്ട്, അതിൽ ചെറിയ വിറക് വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ ഈ പൊടി നന്നായിട്ട് ഇടിച്ചമക്കി നിറച്ച് വെച്ചിട്ട് കത്തിക്കും. കത്തിച്ച് കഴിഞ്ഞാൽ അത് തീരുന്നിടം വരെ ഉപയോഗിക്കണം, ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റും. അപ്പോൾ അത്രയ്ക്കും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അത് തീരുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരുണ്ട്. എളുപ്പമാണ് എന്ന് പറയുന്നത് കേൾക്കാം. അധികം പുകയുടെയൊന്നും മറ്റും പ്രശ്നമൊന്നുമില്ല, നല്ല ചൂടുമാണ്. എല്ലാം അതിൽ തന്നെ വയ്ക്കുന്നവർ ഒക്കെ ഉണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ. ഈ എല്ലാവരും പറയും, എൻ്റെ അനിയനൊക്കെ ഒരു സമയത്ത് പറയും, ഗ്യാസിലൊന്നും വെക്കരുത്, ഓരോ കറി വെക്കുമ്പോൾ ഗ്യാസിൽ വെക്കൽ നേരെ അടുപ്പ് വെച്ച് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. ഗ്യാസിൽ വെക്കുന്നതിന് ടേസ്റ്റ് കുറവാണ്, അടുപ്പ് വെച്ച് ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് എന്ന് പറയും. എനിക്കറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കാം. പണ്ട് പറയുന്നുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്, മിക്സിക്കകത്തിൽ എന്ന് വെച്ചാൽ അരച്ച് വെച്ച കറികളൊന്നും കഴിക്കാത്തവരുണ്ട്. ചിലർക്ക് അത് നിർബന്ധമാണ്, കല്ലിൽ തന്നെ അരയ്ക്കണം. മിക്സി അതവിടെ നോക്കിയിരുന്നോട്ടെ, കല്ലിൽ തന്നെ. ഈ മിക്സിയൊക്കെ വന്ന ഒരു ടൈമിൽ വന്നു കഴിഞ്ഞിട്ടായാലും എനിക്ക് അനിയനുമൊക്കെ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചില കാര്യങ്ങൾ ചെയ്യും. അപ്പം ആട്ടുകല്ലുണ്ട്, അപ്പോൾ അത് ഞങ്ങൾ രണ്ടുകൂടെ കുത്തി മറിച്ച് കൊണ്ടുവന്ന് വീണ്ടും സൈഡിലിട്ടിട്ട് എന്നിട്ട് അമ്മയെ കൊണ്ട് അരി ഉഴുന്ന് ഇടിയിപ്പിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആട്ടാൻ. എന്നിട്ട് അമ്മയാണ് കഴുകിയെല്ലാം വൃത്തിയാക്കി തരണം. ഞങ്ങൾ രണ്ടുപേരും കയറി മാറിയിരുന്ന് ഭയങ്കര ആട്ട. കുറേ നേരം കഴിയുമ്പോൾ കൈ അങ്ങ് കഴിക്കും, രണ്ട് പുറം കൈ കഴിയും. പിന്നെന്താണ്, അപ്പോൾ അരയുമോ നമ്മളുടെയൊക്കെ രീതിയിലുള്ള അരകളും. പിന്നെ അമ്മയെ ഏൽപ്പിക്കും, പിന്നെ അമ്മ അതെല്ലാം അരച്ചെടുത്ത് വയ്ക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതും ഒരു സമയം. പിന്നെ മിക്സിയിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും കാണും. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ രീതികളിലും എല്ലാം മാറുമല്ലോ. അങ്ങനെ ഗ്യാസാണോ നല്ലത്, അടുപ്പാണോ നല്ലത്? പക്ഷേ ഇപ്പം കല്യാണത്തിനൊക്കെ എല്ലായിടവും ഗ്യാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ചെറിയ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ട്, വല്ല പായസമൊക്കെ വയ്ക്കാൻ കൂടുതൽ, അപ്പം നമ്മൾ വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി വിറക് വയ്ക്കും. പിന്നെ അത് ശ്രദ്ധിച്ചോണം, കാരണം തീ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല, അടിക്ക് പിടിക്കാനുള്ള ചാൻസ് വലിയ കൂടുതലാണ്. അപ്പോൾ അത് പിന്നെ ആ കറിയ പായസം എല്ലാം മോശമൊക്കെ കളയും. നമ്മളിപ്പോഴും ഇങ്ങനെ ആ തീയിലിങ്ങനെ പായസം അതിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. കുറേ നല്ല കാര്യങ്ങളുണ്ട്, കുറേ തിരിഞ്ഞു. പ്രാവശ്യം അമ്മയാണെങ്കിൽ കുറേ വിറകെല്ലാം ആളിനെ നിർത്തി കീറിച്ചു ഒക്കെ വെച്ചിരുന്നു. അപ്പം പിന്നീട് അത് അവിടെ വാഷിംഗ് മെഷീൻ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പും എല്ലാം തല്ലിപ്പൊടിച്ചു. അതൊന്നും വേണ്ട, ശരി അമ്മ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട, അടുപ്പ് അത് ഉപയോഗിക്കുന്നില്ല, എല്ലാം കളഞ്ഞിട്ട് അവിടെ പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ പറഞ്ഞ് ഇനി ഇവിടെ അടുപ്പ് വേണ്ട, അടുപ്പുണ്ടെല്ലാം ഗ്യാസേ വെച്ചാൽ മതി, ഒന്നുമില്ലൽ കത്തുമ്പോൾ ഈ പുകയെല്ലാം കൂടെ വന്ന് ബാക്കിയുള്ളവർക്ക് ശ്വാസം മുട്ടലും ഉണ്ടാകത്തില്ല, ഒന്നുമില്ല, ഇനി ഗ്യാസിൽ തന്നെ വെക്കുന്നത് അതാണ് ലാഭം, വിറകിനേക്കാട്ടും ലാഭം ഗ്യാസാണ് എന്ന് എൻ്റെ അനിയൻ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അമ്മേനെ തീ ഊതിയിട്ടൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഇഷ്ടംപോലെ വിറക് കീറി വെച്ചേക്കുക. പിന്നെ അത് വേറെ ആൾക്കാർക്ക് മറിച്ച് കൊടുത്ത് അമ്മ കാശ് മേടിച്ച്, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും വിറകിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അന്നൊക്കെ താഴെ ഇരുന്നിട്ടുള്ള പാചകങ്ങളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, താഴെ ഉള്ള അടുപ്പ്. എൻ്റെ അമ്മ ചെറിയൊരു കൊരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, പീഠം എന്നൊക്കെ പറയാം, കൊരണ്ടിയുണ്ട്, അതിലിരുന്നിട്ടാണ് പാചകം. ആ ഒരു പാചകത്തിൻ്റെ സമയം. പിന്നീട് പാചകമായത് സ്ലാവൊക്കെ വെച്ചിട്ടുള്ള
കാര്യങ്ങൾ. അങ്ങനെ മാറ്റം ഇങ്ങനെ ഘട്ടം ഘട്ടമായി മാറ്റം വന്നിരിക്കുന്നു. ഒറ്റ അടുക്കള എന്നുള്ളത് 2ആയി അല്ലേ? വർക്ക് ഏരിയ, പിന്നെ ഇപ്പുറത്ത് അടുപ്പ് വച്ചേക്കുന്നു. അങ്ങനെ ഗ്യാസ് അടുപ്പ്, കുറേ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഗൂഗിൾ ന്യൂസിലൊക്കെ കണ്ട് ലക്ഷങ്ങൾ മുടക്കും അടുക്കളയിൽ, ലക്ഷങ്ങൾ മുടക്കിയാണ് അതിലെ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ അടുക്കളയിൽ പാചകം മാത്രം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് വലിയ 1.5 കോടി രൂപ മുടക്കിയൊരു വീട് വച്ചേക്കുന്നത്. പക്ഷേ ആൾ താമസിക്കാനില്ല. അകം നല്ല ഭംഗിയാണ് വീട്ടിൽ. പക്ഷേ താമസിക്കാൻ ആളില്ല. ആഴ്ചയിൽ ആളിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുണ്ട്. അവരെന്നിട്ട് വെളിയിൽ അവർക്കവിടെ ഇതിലും നല്ല സൗകര്യത്തിൽ അവർ അവിടെ കഴിയുന്നു. അവർക്കവിടെ ജോലിയുണ്ട്, 2 പേർക്കും കുട്ടികളും അവിടെ പഠിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം അവിടം കൊണ്ട് അങ്ങനെ പോകുന്നു. ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്രയും പൈസ മുടക്കിയത് വെറുതെ ആയിപ്പോയില്ലേ? അതുകൊണ്ട് ചിലർ പറയുന്നത് കേൾക്കാം, വീട് വയ്ക്കുന്നത് മണ്ടത്തരമാണ്, വീട് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ചിലപ്പം അവരുടെ കാഴ്ചപ്പാടും ശരിയാവും. പിന്നെ സ്വന്തമായിട്ടൊരു വീട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീട് എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നമാണ്. വലിയ രീതിയിലുള്ള ആർഭാടത്തിന്, അതായത് ഇപ്പോഴത്തെ വീടെന്ന് പറഞ്ഞാൽ മൊത്തം ആർഭാടമാണ്. ഒരുപാട് പൈസ അല്ലോ, അത്രയ്ക്കൊന്നും വേണ്ടല്ലോ. അത്യാവശ്യം ചെറിയ നല്ലൊരു വീട്, സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് വേണം, അത്രയേ ഉള്ളൂ അല്ലേ? എല്ലാവരുടെയും ആഗ്രഹമല്ലേ സ്വന്തമായിട്ടൊരു വീട്, ചെറുതായാലൊരു വീട്. എനിക്കും ആഗ്രഹമുണ്ട്. ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു 3-4 സെൻറ്റ് സ്ഥലം, അതിൽ എൻ്റെ മനസ്സിനനുസരിച്ചുള്ളൊരു വീട്, ചെറിയ വീട്. ഇടയ്ക്കൊക്കെ അവിടെയും പോയി താമസിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം, ഈ നാട്ടിൽ തന്നെ, ഇവിടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ വേണം. വാടകയ്ക്കൊന്നും കൊടുക്കത്തില്ല, അങ്ങനെയൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് അവിടെയും പോയി താമസിക്കണം. അങ്ങനെ ആണ് എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നടക്കുമോ എന്തുവാന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ 2 ആഗ്രഹങ്ങളാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഒന്ന് PhD, ഒന്നിത്. ഏതെന്ന് എപ്പോൾ സാധിക്കുമെന്നൊന്നും അറിയില്ല. എല്ലാം കാലത്തിന് മാത്രമേ അറിയുള്ളൂ. ശരിയല്ലേ?